ഇത് ഞാനാണ് ചാപ്പൻ, കുട്ടിച്ചാപ്പൻ. റീ റിലീസുകൾ ട്രെൻഡാകുന്നതിന് മുൻപ് റീ റിലീസ് ചെയ്ത ഒരു സിനിമ. പാൻ ഇന്ത്യ എന്ന വാക്ക് നമ്മൾ കണ്ടെത്തുന്നതിന് മുൻപ് ഇന്ത്യ ഒട്ടാകെ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രം. പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, കുട്ടികളെ വീണ്ടും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ച, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആദ്യ തീപ്പന്തത്തിൽ തലമുറകളെ അത്ഭുതപ്പെടുത്തിയ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ലാൻഡ്മാർക്കാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഇന്ത്യയിലെ ആദ്യ 3D സിനിമ. ജിജോ പുന്നൂസ് എന്ന വിഷണറി ഫിലിം മേക്കറുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഒരു അമേരിക്കൻ മാഗസിനിൽ 3D ടെക്നോളജിയെ പറ്റി വിശദീകരിച്ച് ഒരു ആർട്ടിക്കിൾ വരുന്നു. ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബു ആ മാഗസിൻ ജിജോയ്ക്ക് കൈമാറുന്നു. ഇവിടെ ആർക്കെങ്കിലും അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ജിജോയ്ക്ക് മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ജിജോ പുന്നൂസ് യാത്ര ചെയ്യുന്നത് 3Dക്ക് പിന്നാലെയാണ്. എന്നാൽ അത് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല. മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ പടയോട്ടമാണ് ജിജോ അതിനു മുൻപ് സംവിധാനം ചെയ്ത ചിത്രം. നവോദയ തന്നെ നിർമ്മിച്ച പടയോട്ടം സാമ്പത്തികമായി പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു 3D ചിത്രം എന്നതിൽ നവോദയ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിന് ആദ്യം നവോദയയെ കൺവിൻസ് ചെയ്യിക്കണം. അമേരിക്കയിലേക്ക് പോയി 3Dയെ കുറിച്ച് പഠിച്ച് ജിജോ തിരിച്ചു വരുന്നത് കുറച്ചു പേർക്ക് മുന്നിൽ ഒരു 3D ചിത്രം കാണിക്കാനുള്ള സാധനങ്ങളുമായാണ്. 3D ഫിലിമും കണ്ണടകളും കൊണ്ട് ഒരു പ്രിവ്യൂ സ്ക്രീനിൽ സിൽവർ കോട്ടിംഗ് അടിച്ച് ഒരു പറ്റം ആളുകളെ സിനിമ കാണിക്കുന്നു. അവർ കൺവിൻസ്ഡ് ആകുന്നു. അവിടെ തുടങ്ങുകയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ പ്രയാണം. പക്ഷേ നിർമ്മിക്കാൻ നവോദയ തയ്യാറാകുന്നതോടുകൂടെ അവസാനിക്കുന്നില്ല കുട്ടിച്ചാത്തൻ്റെ വെല്ലുവിളികൾ. രഘുനാഥ് പലേരി എഴുത്തിലേക്ക് വരുന്നു. ഇളയരാജ സംഗീതത്തിലേക്ക് വരുന്നു. അശോക് കുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ഇനി അത് ചിത്രീകരിക്കണം. ജിജോ വീണ്ടും US പോകുന്നു. ചിത്രീകരിക്കാൻ ആവശ്യമായ ലെൻസും മറ്റ് എക്യുപ്മെൻസും കൊണ്ട് തിരിച്ചു വരുന്നു. 3Dക്ക് ആവശ്യമായ വിഷ്വൽസ് ചിത്രീകരിക്കാൻ അന്ന് സ്റ്റീരിയോഗ്രാഫറായി ഡേവിഡ് ഷ്മിയർ ഇവിടെ വരുന്നു. അങ്ങനെ ടെക്നിക്കലി ഒരു 3D സിനിമ എടുക്കാനുള്ള സംവിധാനങ്ങളെയും ടെക്നീഷ്യൻസിനെയും ജിജോ പുന്നൂസ് തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നു, ചിത്രീകരിക്കുന്നു. ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് 14 ദിവസങ്ങൾ കൊണ്ട് ചിത്രീകരിച്ച ആ 4 മിനിറ്റ് 10 സെക്കൻഡ് നീളുന്ന പാട്ടാണ്. ആലിപ്പഴം പെറുക്കാൻ ചിത്രീകരണം രസകരമാണ്. കുട്ടികളുടെ കാലടി പിന്തുടർന്ന് കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചെടുത്ത ഇല്യൂഷൻ. നവോദയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ റൊട്ടേറ്റിംഗ് സെറ്റ് എന്ന ടൈറ്റിലിൽ എങ്ങനെയാണ് ആ പാട്ട് ചിത്രീകരിച്ചത് എന്ന് കാണാം. ജിജോ അത് ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾക്കൊപ്പമുള്ള ആദ്യ സീനിൽ കുട്ടികളെ ചുമരിൽ കൂടെ നടത്തുന്ന കുട്ടിച്ചാത്തനെ കാണിക്കാൻ പറ്റുമോ എന്ന് രഘു എഡിറ്റർ ശേഖറിനോട് ചോദിക്കുന്നു. ശ്രമിക്കാം, പക്ഷേ സീക്വൻസ് എന്താണെന്ന് കൃത്യമാകണമെന്ന് ശേഖർ മറുപടി കൊടുക്കുന്നു. എന്നാൽ ആദ്യത്തെ പാട്ട് തന്നെയാകട്ടെ എന്ന് രഘുനാഥ് പലേരി. പിറ്റേന്ന് രാവിലെ പലേരിയുടെ മുറിയിലേക്ക് കയറി ചെന്ന ജിജോയ്ക്ക് കുട്ടികൾ ചുമരിലൂടെ ഓടി നടക്കുന്ന ഒരു പാട്ട് സീക്വൻസ് മുഴുവനായി നൽകുകയാണ് രഘുനാഥ് പലേരി. ചിത്രത്തെക്കുറിച്ചുള്ള രസകരമായ അനുഭവങ്ങൾ, നേരിട്ട വെല്ലുവിളികൾ എല്ലാം ജിജോ പുന്നൂസ് നവോദയയുടെ സൈറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട്. ചിത്രത്തിലേക്ക് വന്നാലോ? എഴുത്ത് രഘുനാഥ് പലേരി. ഓംഹ്രീം ഐസ്ക്രീം, മുടിയിട്ടാൽ വടിയാവട്ടെ എന്നെല്ലാം പറഞ്ഞ് കുട്ടിച്ചാത്തനെ കുട്ടിയാക്കിയതും കുട്ടികളിലേക്ക് എത്തിച്ചതും പലേരി തന്നെ. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും മികച്ചതായി ലോകം സൃഷ്ടിക്കുന്നത് പലേരിയാണ്. എല്ലായ്പ്പോഴും ചെറുകഥയുടെ ഭംഗി അദ്ദേഹം തൻ്റെ കഥകളിൽ ബാക്കി വയ്ക്കാറുണ്ട്. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പരമാവധി സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പലേരി മൈ ഡിയർ കുട്ടിച്ചാത്തൻ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു കഥ, ഒരു സിനിമ. രൂപമോ ഭാവമോ അറിയാത്ത ഒരു കെട്ടുകഥയ്ക്ക് ഒരു കുഞ്ഞു മനുഷ്യന്റെ രൂപം കൊടുത്ത് എത്രയോ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകാരനാക്കി. കുട്ടിച്ചാത്തൻ ലക്ഷ്മിയെയും കൂട്ടുകാരെയും വിട്ടുപോകുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ കരയുന്നു. 1984 ഓഗസ്റ്റ് 24 കേരളത്തിലെ സെലക്ടഡ് തിയേറ്ററുകളിലേക്ക് നവോദയയിൽ നിന്ന് ഒരു ടീം ചിത്രത്തിന്റെ റീലുകൾ കൊണ്ടെത്തുന്നു. 3D കണ്ണടകൾ വെച്ച് ആദ്യമായി മലയാളികൾ ആ അത്ഭുതം അനുഭവിക്കുന്നു. 365 ദിവസം ആ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. പിന്നീട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രം ഡബ്ബ് ചെയ്യപ്പെടുന്നു. 97 റീ റിലീസ് ചെയ്യപ്പെടുന്നു. പിന്നീടും പലതവണ ചിത്രം തിയേറ്ററുകളിലെത്തി. 2011 റീമാസ്റ്റേർഡ് വേർഷൻ തിയേറ്ററുകളിലെത്തുന്നത്. ഇന്നും ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാള സിനിമയിൽ ഇന്നും 3D അത്ര പോപ്പുലർ ടെക്നിക് അല്ല. അജയന്റെ 2ാം മോഷണവും ബറോസും 3D ആയി വരുമ്പോൾ മലയാള സിനിമയിൽ വീണ്ടും 3D ട്രെൻഡാകുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും 3D എന്ന് പറയുമ്പോൾ തലമുറകൾക്ക് ഓർമ്മ വരുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തനെ തന്നെ ആയിരിക്കും. അങ്ങനെ 84ലോ 97ലോ ഒന്നും അവസാനിക്കുന്നതല്ല ഈ ചിത്രത്തിന്റെ യാത്ര. ഇന്നും കുഞ്ഞുങ്ങളിലൂടെ ചിത്രം യാത്ര ചെയ്യുന്നു. ഓരോ തവണയും പുതുക്കി പണിയുമ്പോൾ കാണാൻ കുഞ്ഞുങ്ങൾ കാത്തു നിൽക്കുന്നു.